ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് നല്ലൊരു പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടി വെള്ളം ചേർക്കാത്ത പശുവും പാൽ 1 ലിറ്റർ എടുത്തിട്ടുണ്ട്. ഒന്ന് കാച്ചി മാറ്റി വയ്ക്കാം. പാൽ ഇതുപോലെ ഇളക്കി ഇളക്കി കാച്ചി എടുക്കുമ്പോൾ അധികം പാടയും കെട്ടത്തില്ല, നന്നായിട്ട് വേവുകയും ചെയ്യും. 1/4 കപ്പ് റവയിൽ നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുപോലെ മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിൽ ടംബ്ലറോ എന്തെങ്കിലും എടുത്താൽ മതി. 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഇത്രയും ഉണ്ടാവും. പഞ്ചസാരയ്ക്ക് പകരം പനങ്കൽക്കണ്ട ചേർക്കുന്നത്. ഇത് ഇടികല്ലിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി കുറച്ച് ഉണക്കമുന്തിരിയും പറങ്ങേണ്ടിയും ബദാമും ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ ആദ്യം നമുക്ക് ബദാം വറുത്തെടുക്കാം. രണ്ടാമതിനി നെയ്യ് ചേർക്കത്തില്ല, ആകെ ഇത്രയും നെയ്യ് ചേർക്കത്തുള്ളേ. ഇപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ബദാം വറുത്തെടുക്കാം. ബദാം ചേർക്കുകയാണെങ്കിൽ വറുത്ത് പച്ച ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലുള്ളത്. പറങ്ങേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറാൻ തുടങ്ങുന്ന സമയത്ത് വേണം മുന്തിരി ചേർക്കേണ്ടുന്നത്. അത് നല്ലൊന്ന് പൊള്ളിച്ച് വരുന്ന സമയത്ത് എടുക്കുകയും ചെയ്യാം. റവ വറുത്തെടുക്കുന്ന സമയത്ത് ഒട്ടും കരിഞ്ഞു പോകരുത്. റവയുടെ ഒരു പച്ച മണമൊക്കെ പോയി ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ വറുത്തിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റണം. ഇത് വെക്കുകയാണെങ്കിൽ ഇരുന്ന് മൂത്ത് പോകും. ഇല്ലെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ പായസം ഉണ്ടാക്കാം. ഇതിപ്പോൾ ചെറിയ പാത്രമായതുകൊണ്ട് ഉരുളിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ 1/2 ലിറ്ററിൻ്റെ പാത്രമാണ്. ഇതിൻ്റെ പകുതി 1/4 ലിറ്റർ തിളച്ച വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആദ്യമേ നമ്മൾ കാച്ചി വെച്ചിരുന്ന 1/2 ലിറ്റർ പാലും കൂടെ ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ വറുത്ത് വെച്ചിരുന്ന റവയും കൂടെ ചേർത്ത് നല്ലപോലെ അങ്ങ് ഇളക്കി യോജിപ്പിക്കണം. ഇളക്കാതിരുന്നാൽ അടിക്ക് പിടിക്കുകയും ചെറുതായിട്ട് ഉരുണ്ടയായിട്ട് വരികയും ചെയ്യും. ഇതിപ്പോൾ റവ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി പൊടിച്ച് വെച്ചിരിക്കുന്ന പനങ്കൽക്കണ്ട് ഇതിലേക്ക് ചേർക്കാം. റവ എടുത്ത് അത്രയും അളവിലെ പനങ്കൽക്കണ്ട് ചെറുതായിട്ട് പൊടിച്ച് ഇപ്പോൾ ചേർത്തത്. ഇതിൽ വളരെ ചെറിയ അളവിലെ മധുരം കാണത്തുള്ളൂ. ഇത് മതി എന്നുള്ളവർക്ക് ഇത്രയും ചേർക്കാം. ഒരുവിധം നല്ലതായിട്ട് മധുരം വേണമെങ്കിൽ ഇത്രയും കൂടെ ചേർക്കണം. ഇനി 1/4 ലിറ്റർ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന പാലും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. പഞ്ചസാര വേണമെന്നുള്ളവർക്ക് അത് ചേർക്കാം, ഇല്ലെങ്കിൽ പനങ്കൽക്കണ്ട് ചേർക്കാം. ഇപ്പോൾ ഈ ഒരു കട്ടിയിൽ നമ്മൾ പായസം ഉണ്ടാക്കിയേക്കുന്നതിനേക്കാട്ടിൽ ഒട്ടും കൂടണ്ട. തണുക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടിയാവും. കുറച്ചും കൂടെ ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്താൽ മതി. ഏലക്കയും വളരെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ച് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഏലക്ക മാത്രമായിട്ടാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പറങ്ങേണ്ടിയും മുന്തിരിയും ബദാമും ഒക്കെ ചേർക്കാം. ഈ പായസത്തിൽ നമ്മൾ 3/4 ലിറ്റർ പാലും 1/4 ലിറ്റർ വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് റവയിൽ ഇത്രയും പായസം ഉണ്ടാക്കിയെടുക്കാം. അതും വളരെ പെട്ടെന്ന്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്. തണുക്കുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. ആ സമയത്ത് ഇത് നേർപ്പിക്കണമെന്നുണ്ടെങ്കിൽ പാലൊഴിക്കുക, ഇല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി. വെള്ളം തിളപ്പിക്കുമ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് കുറയുമെന്നേ ഉള്ളൂ. പായസം ചെറിയ ചൂടോടെ ഊതി കുടിക്കാൻ നല്ല, ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കുടിക്കുക, അത് നന്നായിട്ടുണ്ടാവും. നമ്മുടെ പായസത്തിന് ഏലക്കയുടെ നെയ്യുടെയൊക്കെ നല്ല രുചിയുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന സ്വാദിഷ്ടമായ ഒരു പായസമാണ് ഇത്. ഇതേ അളവിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. ഹാപ്പി വിഷു. താങ്ക് യു.